വെൽക്കം ടു പ്രബ്സ്കെ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്, നമുക്കറിയാം ഡിഗ്രി പ്രിലിംസിൻ്റെ ഡേറ്റ് വന്നു അല്ലേ. ഡിഗ്രി പ്രിലിംസിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. മെയ്യിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡേറ്റ് വന്നിട്ടുള്ളത് അല്ലേ. മെയ്യിൽ എന്താണ് 2 ഡേറ്റുകൾ വന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, ഒന്ന് ജൂണിലും നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മൊത്തം 3 സ്റ്റേജുകളിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഗ്രി പ്രിലിംസ് നടത്താൻ വേണ്ടി തീരുമാനിച്ചു അല്ലേ. 3 സ്റ്റേജുകളിലായിട്ട്. അപ്പോൾ എന്താണ്, നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മെയ് 2-നാണ് അല്ലേ. മെയ് 2-നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫസ്റ്റ് സ്റ്റേജ് PSC എന്താണ് എക്സാം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ്, ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ എന്താണ് ഏറെക്കുറെ പ്രതീക്ഷിക്കണം അല്ലേ. അപ്പോൾ ആ എന്താണ് ദിവസങ്ങൾ മാത്രമേ എന്താണ് നമ്മുടെ മുമ്പിലുള്ളൂ. ഏറെക്കുറെ എന്താണ് നമുക്കറിയാം, മാർച്ച് കഴിയാൻ വേണ്ടിയായി അല്ലേ. ഇനി ഏകദേശം ഒരാഴ്ചയും കൂടിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഏപ്രിലും കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഏറെക്കുറെ നമ്മൾ ഒരു 35-40 ദിവസം എന്ത് ചെയ്താൽ മതി, കണക്കൂട്ടിയാൽ മതി. നമ്മളെ മുന്നിലുള്ളത് മാക്സിമം 40 ദിവസം ഇല്ല, ഒരു 35 ദിവസം എന്നുള്ള രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ 35 ദിവസം കൊണ്ട് എന്തൊക്കെ പഠിച്ചാൽ നമുക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതായത് ഡിഗ്രി പ്രിലിംസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. കാരണം എന്താണ്, ഈ ടോപ്പിക്കുകൾ മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് പ്രിലിംസ് കവർ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വേറെ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. പ്രിലിംസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ടോപ്പിക്കുകൾ മാത്രം പഠിച്ചു പോയാൽ മതി. വേറെ ഒന്നും പഠിക്കേണ്ടത്. സിലബസ് എന്താണ് കംപ്ലീറ്റ് അരച്ച് കലക്കി കുടിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളിനി പറയാൻ പോകുന്ന ടോപ്പിക്കുകൾ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പഠിച്ചാൽ മതി. കാരണം ഈ കഴിഞ്ഞിട്ടുള്ള PSCയുടെ ഡിഗ്രി പ്രിലിംസുകളിലെല്ലാം ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ ഏരിയ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പ്രിലിംസും സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓർക്കണം, നമ്മുടെ ഡിഗ്രി പ്രിലിംസുകളിൽ അല്ലെങ്കിൽ PSC മുൻ വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള ഡിഗ്രി എക്സാമുകളിൽ മാക്സിമം വന്നിട്ടുള്ള പ്രിലിംസ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 50 മാർക്കാണ് അല്ലേ. നമ്മളൊരു 50 മാർക്ക് എന്നുള്ള രീതിയിൽ ടാർഗറ്റ് വെച്ചിട്ട് എന്താണ് ഒരു 50 മാർക്ക് നേടണം, അല്ലെങ്കിൽ എന്താണ് ഒരു 50 to 55 മാർക്ക് നമുക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടും പഠിക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടി എന്താണ് നമ്മളിനി പറയാൻ പോകുന്ന ടോപ്പിക്കുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇനിയുള്ള 35 ദിവസം ഉണ്ടല്ലോ, 35 ദിവസം കൊണ്ട് ഈ ടോപ്പിക്കുകൾ മാത്രം നിങ്ങൾ എന്താ മതി, പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്, അറൈവൽ ഓഫ് യൂറോപ്യൻസും പിന്നെ എന്താണ് അവരുടെ കോൺട്രിബ്യൂഷൻസും. കാരണം എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കേരള ഹിസ്റ്ററിയിൽ നിന്നും ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ഏരിയ. കാരണം എന്താണ് ഈ കഴിഞ്ഞിട്ടുള്ള PSCയുടെ 13 ഡിഗ്രി പ്രിലിംസ് എക്സാമുകളുണ്ട് മുൻ വർഷങ്ങളിൽ നടത്തിയിട്ടുള്ളത്. അതിലൊക്കെ എന്താണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയ ആണ് അറൈവൽ ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് അല്ലേ. നെക്സ്റ്റ് എന്താണ് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ. അതായത് നമുക്ക് എന്താണ് ട്രാവൻകൂറിൻ്റെ റൂളേഴ്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ മാർത്താണ്ഡ വർമ്മ മുതൽ ഉള്ള ഇങ്ങോട്ടേക്കുള്ള ഭരണകർത്താക്കളുള്ളത്. ഓക്കെ, മാർത്താണ്ഡ വർമ്മ മുതൽ ചിത്തിര തിരുനാൾ വരെയുള്ള റൂളേഴ്സിൻ്റെ അതും എന്ത് ചെയ്യുക, ഒന്ന് നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു പോവുക. പിന്നെ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ് അല്ലേ. സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്, അതിൽ തന്നെ എന്താണ് എല്ലാ ആളുകളെയും കുറിച്ച് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ആളുകളാണ് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി. ഈ 3 ആളുകളെ എന്ത് ചെയ്യുക, നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കണം. ഓക്കെ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, അയ്യങ്കാളി, ഈ 3 ആളുകളെ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. പിന്നെ പ്രധാനപ്പെട്ട ആളുകളെയും കൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. വക്കം അബ്ദുൽ ഖാദർ മൗലവി ഉള്ള ആളുകളെയും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിച്ചു പോവുക. എങ്കിലും എന്താണ് നമ്മൾ പറഞ്ഞ 3 ആളുകൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോകണം. പിന്നെയാണ് നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള അല്ലേ. കേരളത്തിൽ എന്താണ് ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു പോകണം. അതും ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. അതും ആ ഒരു മേഖലയിൽ നിന്നും എന്താണ് ഫ്രീക്വൻലി ചോദ്യങ്ങൾ വരുന്നതാണ്. പിന്നെയാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ്. ഓക്കെ, പിന്നെന്താണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് എന്നുള്ളത്. പിന്നെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതെന്താണ് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ഓക്കെ, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതിൽ തന്നെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് വാർ എവിടെയൊക്കെയാണ് നടന്നിട്ടുള്ളത്, ഏതൊക്കെ മേഖലകളിൽ നടന്നു, അവിടെയൊക്കെ ആരൊക്കെയാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത് എന്ന് മറന്നു പോവാതെ പഠിക്കണം. ഓക്കെ, മറന്നു പോകരുത്. പിന്നെ INC ആൻഡ് സ്വദേശി മൂവ്മെൻറ്റ്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സ്വദേശി മൂവ്മെൻറ്റും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റുകൾ, മറ്റ് ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റുകൾ പഠിക്കണം. പിന്നെ എന്താണ് മഹാത്മാഗാന്ധിയും ഗാന്ധിജിയുടെ കോൺട്രിബ്യൂഷൻസും, അത് നിർബന്ധമായിട്ട് പഠിച്ചോണം. ഓക്കെ, മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസും, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ആദ്യത്തെ സമരം മുതൽ പിന്നെ എന്താണ് സ്വാതന്ത്ര്യ സമരം വരെയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ഓർഡറിൽ തന്നെ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. പിന്നെ എന്താണ് നമുക്ക് വേൾഡ് ഹിസ്റ്ററിയിലെ
റവല്യൂഷൻസ് അല്ലേ, വേൾഡ് ഹിസ്റ്ററിയിൽ റവല്യൂഷൻസ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അമേരിക്കയും ഇംഗ്ലണ്ടും ഫ്രഞ്ച് റവല്യൂഷൻ. ഓക്കെ, അമേരിക്കയിലെ എന്താണ് റവല്യൂഷൻ, പിന്നെ എന്താണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, പിന്നെ ഫ്രഞ്ച് റവല്യൂഷൻ. ഈ 3 റവല്യൂഷൻസ് എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക. ഓക്കെ, പിന്നെ മറ്റ് റവല്യൂഷൻസും ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാര്യങ്ങൾ എന്താണ് പ്രധാനപ്പെട്ടത് മനസ്സിലാക്കി വെക്കുക. ഇതിൽ എന്ത് ചെയ്യുക, ഈ 3 റവല്യൂഷൻസിൽ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. ഓക്കെ ആണല്ലോ. ഇപ്പം നമ്മൾ ജോഗ്രഫിയിലേക്ക് വരികയാണെങ്കിൽ ജോഗ്രഫിയിൽ എന്താണ് എർത്തിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, എർത്തിൻ്റെ സ്ട്രക്ചർ, ഭൂമിയുടെ ഘടന എന്നുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ജനറൽ ജോഗ്രഫിയിൽ ആ ഭാഗം എന്ത് ചെയ്യുക, ഒന്ന് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. പിന്നെ എന്താണ് അറ്റ്മോസ്ഫിയർ അല്ലേ, അറ്റ്മോസ്ഫിയർ അതിൻ്റെ ലെയേഴ്സ്, അതിൽ കാണപ്പെടുന്ന ഗ്യാസസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. പിന്നെയുള്ളതാണ് പ്രധാനപ്പെട്ട റോക്സ് അല്ലേ, റോക്സിൻ്റെ ഫോർമേഷൻ, പ്രധാനപ്പെട്ട റോക്കിൻ്റെ രൂപങ്ങൾ, കാര്യങ്ങൾ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ പ്രഷർ ബെൽറ്റും വിൻഡും അല്ലേ, പ്രഷർ ബെൽറ്റും വിൻഡ്സിൽ തന്നെ നമ്മൾ ഓർത്തിരിക്കുന്നതാണ് ലോക്കൽ വിൻഡ് അല്ലേ, പ്രധാനപ്പെട്ട ലോക്കൽ വിൻഡ്, പല മേഖലകളിലും വീശുന്ന ലോക്കൽ വിൻഡ്സിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഒരു ഏരിയ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റീജിയൻ, ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുമ്പോൾ നോർത്തേൺ മൗണ്ടൻ റീജിയൻസ് എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. പിന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റിവേഴ്സ് അല്ലേ, പ്രധാനപ്പെട്ട റിവേഴ്സ് ഓർത്തിരിക്കണം. പിന്നെ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് അല്ലെ, ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്ന നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട റിവേഴ്സ് എന്ത് ചെയ്യാം, ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളെ കുറിച്ചുള്ളത് എന്ത് ചെയ്യുക, കുറച്ചൊന്ന് സ്ട്രെസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പ്രധാനമായിട്ടും എന്ത് ചെയ്യണം, പഠിക്കണം. പിന്നെ ഇക്കണോമിക്സ് എന്താണ് ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. ഇക്കണോമിക്സിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പറഞ്ഞിട്ടുള്ള നാഷണൽ ഇൻകം എന്നുള്ളത് അല്ലേ. നാഷണൽ ഇൻകത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് അതിൻ്റെ കാൽക്കുലേഷൻസോ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം വരാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല എന്നുള്ളത് തന്നെ ഓർത്തിരിക്കണം. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് എന്ത് ചെയ്യണം, ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. പിന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും എന്താണെന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മറ്റൊരു ഏരിയ ആണ് ഇന്ത്യയുടെ ഇക്കണോമിക് പ്ലാനിങ്, അതായത് എന്താണ് 5 ഇയർ പ്ലാൻസും നീതി ആയോഗും. നീതി ആയോഗ് ഇമ്പോർട്ടൻ്റ് ആണ്. നീതി ആയോഗ് എന്താണ് എല്ലാ ചോദ്യ പേപ്പറിലും എന്താണ് നീതി ആയോഗിൻ്റെ ക്വസ്റ്റൻസ് വരാൻ വേണ്ടി പറ്റും. അത് കുറച്ച് അത്യാവശ്യം ഇൻഡെപ്തായിട്ട് എന്ത് ചെയ്യുക, ഈ നീതി ആയോഗിനെ കുറിച്ച് പഠിക്കുക. നീതി ആയോഗിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ റെഫർ ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് ഇൻഡെപ്തിൽ എന്ത് ചെയ്യുക, നീതി ആയോഗിനെ പഠിക്കുക. പിന്നെ ബാങ്കിങ് ആണ്, അതായത് RBIയും റിസർവ് ബാങ്കും എന്താണ് റിസർവ് ബാങ്കിൻ്റെ ഫംഗ്ഷൻസും, പിന്നെ ഇന്ത്യയിലെ മറ്റ് കമേഴ്ഷ്യൽ ബാങ്കുകളും. RBI എന്താണ് ഒരു കാരണവശാലും എന്ത് ചെയ്യാണ്, സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഈ RBI കുറിച്ചും എന്താണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ച് പോവുക. പിന്നെ GST കുറിച്ചും എന്താണ് കാര്യമായിട്ട് വന്നിട്ടുണ്ട്. GST കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതിൻ്റെ എന്താണ് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ പഠിക്കുക. കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട നികുതി ഘടനയെക്കുറിച്ചും എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. മറ്റ് ടാക്സുകളെ കുറിച്ചും എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മുടെ സിവിൽ സർവീസിൻ്റെ കാര്യങ്ങൾ, ഇന്ത്യൻ സിവിൽ സർവീസ്, അതായത് സിവിൽസിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് വരുന്നുണ്ട്. പിന്നെ എന്താണ് RTI അല്ലേ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അതിൽ നിന്നാണ് നിർബന്ധമായിട്ട് ചോദ്യം വന്നിരിക്കും. ഓക്കെ, നിർബന്ധമായിട്ട് എന്താണ് RTIയിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. പിന്നെ ലോക്പാൽ ആൻഡ് ലോകായുക്തയിൽ നിന്നും ചോദ്യങ്ങൾ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കണം. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നിർബന്ധമാണ്. പിന്നെ പോക്സോ ആക്ട് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടാണ്. ഏത് പോക്സോ ആക്ട് ഉറപ്പാണ്, അതിൽ നിന്നും എന്താണ് ഒരു ചോദ്യം ഉണ്ടായിരിക്കും. പിന്നെ ഗവേണൻസ്, അതും ഇമ്പോർട്ടൻസ് ആണ്. സിവിക്സിൽ എന്താണ് ഗവേണൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഗവേണൻസിനെ കുറിച്ച് എന്ത് ചെയ്യണം, നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള കേരളത്തിലെ എന്താണ് പ്രധാനപ്പെട്ട ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സർക്കാർ നടപ്പിലാക്കിയുള്ള പ്രധാനപ്പെട്ട പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനെന്ത് ചെയ്യണം, ഒന്ന് ക്ലബ് ചെയ്ത് പഠിക്കണം. ഓക്കെ, പ്രധാനപ്പെട്ട ഗവേണൻസ് സംരംഭങ്ങൾ ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി തുടങ്ങിയ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പില്ലേഴ്സിനെ കുറിച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അതിൻ്റെ പ്രധാനപ്പെട്ട കമ്മിറ്റീസും കാര്യങ്ങൾ, അതിൻ്റെ മെമ്പേഴ്സും കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. പ്രിയാമ്പിൾ അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിനെ കുറിച്ചും എന്താണ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഒപ്പം തന്നെ എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും. ഓക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും ഒപ്പം തന്നെ എന്താണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെയും എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. കാരണം എന്താണ് ഇതിൽ എന്താണ് ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സിലും DPSPയിലും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലും പ്രതിപാദിക്കുന്ന കുറച്ച് ഐഡിയാസ് ഉണ്ട്. ആ കോമൺ ആയിട്ടുള്ള ഐഡിയ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകൾ അല്ലേ, അതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകൾ. ഒരു 100 മുതൽ പിന്നെ എന്താണ് ഒരു 105, 106 വരെയുള്ള അമെൻമെൻറ്റ് എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഓരോന്ന് പഠിക്കുക. പിന്നെ പ്രധാനപ്പെട്ട 42, 44 തുടങ്ങിയ പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകളും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഓർത്തിരിക്കണം. സിലബസിൽ അത്രയേ ഉള്ളൂ. സിലബസിൽ ഒരുപാട് അമെൻമെൻറ്റിനെ കുറിച്ച് എന്താണ് പറയുന്നില്ല. സിലബസിൽ പറഞ്ഞിട്ടുള്ള ആ അമെൻമെൻറ്റുകൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. പിന്നെയാണ് ലിസ്റ്റുകൾ അല്ലേ.
നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ലിസ്റ്റുകൾ, ആ ലിസ്റ്റിലെ പ്രധാനപ്പെട്ട ഐറ്റംസ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ, പ്രധാനപ്പെട്ട ഐറ്റംസുകൾ ഏതൊക്കെ, ലിസ്റ്റുകളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, ആ 3 ലിസ്റ്റിലും വരുന്നത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് എന്താണ് ഏറെക്കുറെ ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇതിലേക്ക് വരുന്നതാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അതൊന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ എമർജൻസി, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുമായിട്ട് ബന്ധപ്പെട്ടതും പഠിച്ചിരിക്കണം. പിന്നെ പഞ്ചായത്തി രാജാണ്. പഞ്ചായത്തി രാജ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. പഞ്ചായത്ത് രാജിലെ പ്രധാനപ്പെട്ട കമ്മിറ്റീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, പ്രധാനപ്പെട്ട കമ്മിറ്റീസ്, അതിൻ്റെ റെക്കമെൻഡേഷൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഓർത്തിരിക്കണം. പിന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്ത് വരുമ്പോൾ എന്താണ് ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒളിമ്പിക്സിനെ കുറിച്ചൊക്കെ എന്താണ് ഡെപ്തായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അവർക്ക് കിട്ടിയിട്ടുള്ള എന്താണ് മെഡൽസ്, ടോട്ടൽ മെഡൽ, അതിലെന്താണ് സ്വർണം, വെള്ളി, വെങ്കലം എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെ എന്തിട്ടുണ്ട് PSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ എന്താണ് കഴിഞ്ഞ റീസെൻറ്റ് ഒളിമ്പിക്സിൽ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ വഹിച്ചിട്ടുള്ള ഇന്ത്യക്കാരുടെ നേട്ടങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യുക, ആ ഒരു മേഖലയിൽ പഠിച്ചിരിക്കണം. പിന്നെ നാഷണൽ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ. പിന്നെ എന്താണ് പ്രധാനപ്പെട്ട ട്രോഫീസ് അല്ലേ, ഏതൊക്കെ മേഖലകളിലാണ് ഏതൊക്കെ ട്രോഫീസാണ് ചോദിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഈ ജ്ഞാനപീഠം നേടിയ മലയാളികൾ അതെന്താണ്, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരിക്കണം കേട്ടോ. അതായത് എന്താണ് ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അപ്പോൾ ആ വ്യക്തികൾക്ക് എന്താണ് എപ്പോഴൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്, അപ്പോൾ അവർക്ക് എന്താണ് ജ്ഞാനപീഠം മാത്രമല്ല മറ്റ് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ആ മറ്റ് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള വർഷങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെന്താണ് ഈ IT യുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖല തന്നെയാണ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. ഓക്കെ, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഇല്ലാണ്ട് ഒരു ചോദ്യം എന്താണ് PSC ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ നെറ്റ്വർക്ക്സ് അല്ലേ, നെറ്റ്വർക്ക്സും പിന്നെന്താണ് നെറ്റ്വർക്ക്സിൽ പ്രധാനമായിട്ട് വരുന്ന എന്താണ് നെറ്റ്വർക്ക് ടൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, നെറ്റ്വർക്കിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂളുകളും കാര്യങ്ങളും എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ വെബ് ബ്രൗസറും സെർച്ച് എഞ്ചിൻസും അല്ലേ, വെബ് ബ്രൗസറും സെർച്ച് എഞ്ചിൻസും എന്താണ് നമുക്ക് എന്താണ് ഒരു ഡൗട്ട് വരുന്നതാണ്. കാരണം എന്താണ് രണ്ടും കൂടി എന്താണ് ക്ലാഷ് ആയി പോകും. അപ്പോൾ എന്ത് ചെയ്യുക, അത് രണ്ടിനും രണ്ടായിട്ട് തന്നെ എന്താണ് പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനുകളും പ്രധാനപ്പെട്ട വെബ് ബ്രൗസേഴ്സും എന്ത് ചെയ്യുക, ആ ഒരു ക്ലാസിഫിക്കേഷനിൽ തന്നെ എന്ത് ചെയ്യണം, മനസ്സിലാക്കി പഠിച്ചിരിക്കണം. പിന്നെ സൈബർ ക്രൈംസും സൈബർ ലോയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. സൈബർ ക്രൈംസുമായിട്ട് ബന്ധപ്പെട്ടും സൈബർ ലോയുമായിട്ട് ബന്ധപ്പെട്ടും എന്താണ് ഫ്രീക്വൻ്റ്ലി ചോദ്യങ്ങൾ വരുന്നതാണ്. അത് അത്രേ പഠിക്കാനുള്ളൂ. ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ എന്താണ് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ സയൻസ് ആൻഡ് ടെക്കിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ISRO അല്ലേ. ISROയും പ്രധാനപ്പെട്ട ISROയുടെ പ്രധാനപ്പെട്ട മിഷൻസും അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആളുകളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, ഒരു ഐഡിയ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയിരിക്കണം. ഓക്കെ, പ്രധാനപ്പെട്ട റോക്കറ്റ് കാര്യങ്ങൾ തുടങ്ങിയവയെ കുറിച്ച് എന്ത് ചെയ്യണം, പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു മേഖലയിൽ നിന്നാണ് പ്രധാനപ്പെട്ട ദൗത്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ISROയുടെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ നിന്നൊക്കെ എന്താണ് ചോദ്യങ്ങൾ ഒരു ഇൻഡെപ്തിൽ തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത ഉണ്ട്. പിന്നെ എന്താണ് എനർജി അല്ലേ, എനർജിയിൽ നിന്നും എന്താണ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ എൻവയോൺമെൻ്റൽ ഹസാർഡ്സ്. ഓക്കെ, എൻവയോൺമെൻറ്റ് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട് PSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു മേഖലയിൽ നിന്ന് എന്തെങ്കിലും നന്നായിട്ട് തന്നെ ചോദിച്ചിരിക്കുക. ഓക്കെ, എൻവയോൺമെൻറ്റ് ഹസാർഡ്സ്. പിന്നെന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ട്രീറ്റീസും കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ എന്താണ് നെക്സ്റ്റ് വരുന്നതാണ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അല്ലേ. 50 മാർക്കാണ് ഇതിൽ വരുന്നത്. ഓക്കെ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അതെന്ത് ചെയ്യുക, അത് ആ സിലബസിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, കാരണം എന്താണ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അതെന്താണ് 50 മാർക്കാണ് എന്ത് ഉള്ളത് ചോദ്യങ്ങൾ വരുന്നത് അല്ലേ. പ്രിലിംസിൻ്റെ പകുതി മാർക്കും ഏത് ഭാഗത്തു നിന്നാണ്, ഈ പറഞ്ഞുള്ള മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ എന്ത് ചെയ്യുക, ഒരു കോംപ്രമൈസും ചെയ്യാണ്ട് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, റിവിഷൻ ചെയ്യുക. കാരണം എന്താണ് 50 മാർക്ക് അവിടെ നിന്നാണ് വരുന്നത്. ബാക്കി 50 മാർക്കാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മേഖലയിൽ നിന്ന് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് നന്നായിട്ട് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യുക. ഈ 50 മാർക്കിൽ നിന്ന് എന്താണ് ഒരു 35 മാർക്കിന് മുകളിലേക്ക് എന്ത് ചെയ്യണം, നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റണം. ഓക്കെ, 35 മാർക്കിന് മുകളിലേക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാം. അപ്പോൾ ഈ പിന്നെന്താണ് ബാക്കി വരുന്ന ഏരിയ അതിൽ എന്താണ് 50 മാർക്കാണ്. അതിലെന്താണ് ഒരു 20-25 മാർക്ക് സ്കോർ ചെയ്താലും നിങ്ങളെന്താണ് സേഫ് സോണിലാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഒരു 25 മാർക്ക് മറ്റൊരു മേഖലയിൽ നിന്നും കിട്ടിയാലും എത്രയാണ് 32 എന്താണ് 60 മാർക്കായി അല്ലേ. 60 മാർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയെന്നുള്ളതാണ്. 60 മാർക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രിലിംസിലെ നല്ലൊരു മാർക്ക് തന്നെയാണ്. ഓക്കെ, 60 മാർക്ക് എന്താണ് ഏറ്റവും മികച്ചൊരു മാർക്ക് തന്നെയാണ്. പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് എന്ത് ചെയ്യാണ്, നിങ്ങളുടെ ഒരു ലക്ഷ്യമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ എന്താണ് ഒരുപാട് വാരി വരിച്ച് പഠിക്കേണ്ട ആവശ്യം എന്താണ് ഇല്ല അല്ലേ. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടില്ല ആ ഒരു മേഖല എന്ത് ചെയ്യുക,
നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചോളുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു സ്ട്രാറ്റജിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പഠിച്ച് പോകാൻ വേണ്ടി പറ്റണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഒന്ന് വായിച്ചിട്ട് പോകണം. വായിച്ചാൽ മാത്രം പോരാ, ഒന്നൊന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, പോകണം. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഏറെക്കുറെ 52 ഭാഗങ്ങളുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, ഈ 52 ഭാഗങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി പോകണം. അപ്പോൾ ഇനിയുള്ള ഒരു 35 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ടൈം എഫേർട്ട് ഇട്ടിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ നല്ല രീതിയിൽ എഫേർട്ട് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 52 ഭാഗത്തെ എന്ത് ചെയ്യുക, നല്ല രീതിയിലൊന്ന് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, എന്നാൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മറ്റ് എഫേർട്ട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം നിങ്ങൾ കൊണ്ടുപോകുക. ഓക്കെ, അപ്പോൾ മറ്റൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.